ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ 4th ചാപ്റ്ററായ ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മ്യൂസിക് ബുക്കിൻ്റെ ഒരു കവർ പേജ് തന്നിട്ടുണ്ട്. ഇൻ 1900 എ പോപ്പുലർ മ്യൂസിക് പബ്ലിഷർ E.T. Paul produced a music book that had a picture on the cover page announcing the dawn of the century. As you can see from the illustration, at the center of the picture is a goddess-like figure, the angel of progress, bearing a flag of the new century. She is gently perched on a wheel with wings, symbolizing time. Her flight is taking her into the future. Floating about behind her are signs of progress, railway, camera, machines, printing press and factory. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗോഡസ് ലൈക്ക് ഫിഗർ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു വിങ്സ് ഉള്ള ഒരു വീലാണ്. അത് സമയത്തെ അല്ലെങ്കിൽ കാലത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അവരെന്താണ് ഇത് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെഞ്ചുറിയിലേക്ക്, അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സെഞ്ചുറി എന്ന് പറയുന്ന ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെഞ്ചുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ പിറകിൽ എന്താണ് ഈ പ്രോഗ്രസ് ആണ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് കാണുന്നത്. ട്രെയിൻ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിറകിൽ കാണിക്കുകയാണ്. The glorification of machines and technology is even more marked in a picture which appeared on the pages of a trade magazine over 100 years ago. It shows two magicians. The one at the top is Aladdin from the Orient, who built a beautiful place with his magic lamp. The one at the bottom is a modern mechanic who with his modern tools weaves a new magic, builds bridges, ships, towers and high-rise buildings. Aladdin is shown as representing the East and the past. The mechanic stands for the West and modernity. അപ്പോൾ ഒരു ട്രേഡ് മാഗസീനിൽ വന്ന ഒരു പേജിലകത്ത് വന്ന ഒരു പേജിൽ ഈ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെഷീൻസിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പിക്ചറിൽ രണ്ട് മജീഷ്യൻസിനെ കാണിക്കുന്നുണ്ട്. ടോപ്പിൽ അലാദിൻ ഓറിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈസ്റ്റിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഏഷ്യയിലുള്ള ആ ഒരു കൺട്രീസിലെ ആളുകളെയാണ് ഓറിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും അലാദീനും താഴെ ഒരു മോഡേൺ മെക്കാനിക് താഴത്തെ പിക്ചറിലൂടെ നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ടു മജീഷ്യൻസ്, ഓറിയൻ്റ് ഓക്സിഡൻ്റൽ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറിയൻ്റ് എന്താണ് ആ ഒരു അലാദീൻ്റെ പിക്ചറിൽ അദ്ദേഹം തൻ്റെ മാജിക് ലാമ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ പാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റി. താഴെ ഓക്സിഡൻ്റ് അല്ലെങ്കിൽ ആ ഒരു മോഡേൺ മെക്കാനിക് എന്താണ് ചെയ്യുന്നത്, ആ ഒരു വെസ്റ്റിനെയും മോഡേണിറ്റിയെയും റെപ്രസെൻറ്റ് ചെയ്ത് താൻ ബിൽഡ് ചെയ്ത സംഭവങ്ങളുമാണ് കാണിക്കുന്നത്. These images offer us a triumphant account of the modern world. With this account, the modern world is associated with rapid technological change and innovations, machines and factories, railways and steamships. The history of industrialization thus became simply a story of development, and the modern age appears as a wonderful time of technological progress. ഇപ്പോൾ എന്താണ് ഈ ഇമേജിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മോഡേൺ വേൾഡിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാണാം അലാവുദ്ദീൻ എന്താണ് തൻ്റെ മാജിക്കൽ ലാമ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളാണുള്ളത്. പക്ഷേ താഴെ അവരുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ മോഡേൺ മാൻ ക്രിയേറ്റ് ചെയ്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കാണാൻ പറ്റും. ഈ മെഷീൻസും ഫാക്ടറീസും റെയിൽവേസും സ്റ്റീംഷിപ്സും അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ ഈ മോഡേൺ വേൾഡ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിൻ്റെ ചരിത്രം, ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റോറി തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ സ്റ്റോറിയാണ് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാം. These images and associations have now become a part of popular imagination. Do you not see rapid industrialization as a time of progress and modernity? Do you not think that the spread of railways and factories and the construction of high-rise buildings and bridges is a sign of society's development? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇന്ന് പോപ്പുലർ ഇമാജിനേഷൻ്റെ തന്നെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് മോഡേണിറ്റി എന്ന് പറയുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലമോ റെയിൽവേസും ഫാക്ടറീസും ഇല്ലാത്ത സ്ഥലങ്ങളോ ഒന്നും നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. How have these images developed and how do we relate to these ideas? Is industrialization always based on rapid technological development? Can we today continue to glorify continuous mechanization of all work? What had industrialization mean to people's life
To answer such question, we need to turn to the history of industrialization. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ചരിത്രം പഠിക്കണം, വ്യവസായവൽക്കരണത്തിൻ്റെ ചരിത്രം പഠിക്കണം. In this chapter, we look at this history by focusing first on Britain, the first industrial nation, and then India, where the pattern of industrial change was conditioned by colonial rule. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്? ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയലൈസേഷനിലെ, ഈ ബ്രിട്ടനിലാണ് ഇൻഡസ്ട്രിയൽ നേഷനായിട്ട് ആദ്യം വന്ന ഒരു നേഷൻ ബ്രിട്ടനാണ്. അതിനുശേഷം ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു കോളനിവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ കടന്നു വരുന്നത്, അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. All too often, we associate industrialization with the growth of factory industry. When we talk of industrial production, we refer to factory production. When we talk of industrial workers, we mean factory workers. Histories of industrialization very often begin with the setting up of the first factories. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്ന വാക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി ഇൻഡസ്ട്രി ആയിരിക്കും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഫാക്ടറി വർക്കേഴ്സ് ആയിരിക്കും നമുക്ക് ആദ്യം വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നത് ഈ ഫാക്ടറീസിൽ നിന്ന് തന്നെയാണ് നമുക്ക് പറയാം. There is a problem with such ideas. Even before factories began to dot the landscape in England and Europe, there was large-scale industrial production for an international market. This was not based on factories. Many historians now refer to this phase industrialization as proto-industrialization. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടറീസൊക്കെ ഇംഗ്ലണ്ടിൽ വരുന്നതിന് അല്ലെങ്കിൽ യൂറോപ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ ഹിസ്റ്റോറിയൻസൊക്കെ വിളിക്കുന്ന ഇപ്പോൾ എന്താണ്? ആ ഒരു പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡ്, അല്ലെങ്കിൽ ആ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് പറയുന്നത്. പ്രോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്, ഈ കാലഘട്ടത്തെ പറയുന്നത്. In the 17th and 18th century, merchants from the town in Europe began moving to the countryside, supplying money to peasants and artisans, persuading them to produce for an international market. With the expansion of world trade and acquisition of colonies in different parts of the world, the demand for goods began growing, but merchants could not expand production with towns. This was because here urban crafts and trade guilds were powerful. These were associations of producers that trained craftspeople, maintained control over production, regulated competition and prices, and restricted the entry of new people into the trade. Rulers granted different guilds the monopoly right to produce the trade in specific products. It was therefore difficult for new merchants to set up business in the towns, so they turned to the countryside. നമ്മൾ നോക്കിയാണ് ഈ 17th സെഞ്ചുറി അല്ലെങ്കിൽ 18th സെഞ്ചുറി സമയത്തൊക്കെ ടൗൺസിലുള്ള മെർച്ചൻസൊക്കെ കൺട്രി സൈഡിലേക്ക് അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. കാരണം പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രി സൈഡ്സിലുള്ള ഈ ടൗൺസിലുള്ള മെർച്ചൻസ്, ടൗൺസിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജകൊട്ടാരത്തിൽ നിന്നും ഒക്കെ ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനുള്ള റൈറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഓർഗനൈസേഷനൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്ക് ഈ ട്രേഡിലേക്ക് കടക്കാൻ പറ്റാതെയായി. അപ്പോൾ അവരെന്താണ്, അവർ തങ്ങളുടെ വ്യവസായം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. In the countryside, poor peasants and artisans began working for the merchants. As you have seen in the textbook last year, this was a time when open fields were disappearing and commons were being enclosed. Cottages and poor peasants who had earlier depended on common lands for their survival, gathering their firewood, berries, vegetables, hay and straw, had to now look for alternative sources for income. Many had tiny plots of land which could not provide work for all members of the household. So, when merchants came around and offered advance to produce goods for them, peasant households eagerly agreed. While working for the merchants, they could remain in the countryside and continue to cultivate their small plots. Income from proto-industrial production supplemented their shrinking income from cultivation. It also allowed them a fuller use of their family labor resources. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൺട്രി സൈഡിലേക്കൊക്കെ എത്തിയപ്പോൾ ഈ പാവപ്പെട്ട പെസൻസും ആർട്ടിസൻസും ഒക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുകയായിരുന്നു. അവർക്ക് ഈ തുച്ഛമായ ലാൻഡിൽ എന്താണ് അവർക്ക് ആവശ്യമായ അവരുടെ വീട്ടിലുള്ളവർക്ക് തന്നെ തൊഴിലെടുക്കാൻ
സ്ഥലം ഉണ്ടാവാതെ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലാൻഡ് മാത്രമാണ് അവർക്കുണ്ട്, അവരുടെ നീഡ് ആ ലാൻഡിൽ നിന്നും കിട്ടാതെ വന്നപ്പോൾ ആണ് ഈ മർച്ചൻസ് അങ്ങോട്ട് ചെല്ലുന്നത്. മർച്ചൻസ് അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റും കൊടുത്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പെസൻസ് എന്ത് ചെയ്യാണ്, അത് ആ ഓഫർ അഗ്രി ചെയ്തിട്ട് അവർ ഫാമിലി മെമ്പേഴ്സ് മുഴുവനും ചേർന്ന് എന്താണ് ആ പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ചെറിയ ലാൻഡും കൾട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ എന്താണ് ഒരു 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 പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊഡക്ഷന് തുടക്കം കുറിക്കുന്നത് ഇങ്ങനെയാണ്. Within this system, a close relationship developed between the town and the countryside. Merchants were based in towns, but the work was done mostly in the countryside. A merchant clothier in England purchased wool from a wool stapler and carried it to the spinners. The yarn thread that was spun was taken in subsequent stages of production of weavers, fullers, and then to dyers. The finishing was done in London before the export merchants sold the cloth in the international market. London, in fact, came to be known as a finishing center. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ടൗണും ഒരു കൺട്രി സൈഡും തമ്മിലുള്ള ഒരു കണക്ഷൻ കൂടി വന്നു. അതായത് ഇപ്പോൾ അവർക്ക് ആവശ്യമായ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി സൈഡിൽ നിന്നാണ്, പക്ഷേ അത് മെർച്ചൻസ് എവിടെയാണ്, ടൗൺസിലാണ് നിൽക്കുന്നതും. അപ്പോൾ ആ ഒരു കണക്ഷൻ കൂടി വന്നു. മെർച്ചൻസ് ഇപ്പോൾ ഒരു വ്യാപാരി അല്ലെങ്കിൽ ഒരു തുണി വ്യാപാരം നടത്തുന്ന ആളാണെങ്കിൽ അവരെന്താണ് ഈ വൂൾ സ്റ്റാപ്ലറിൽ നിന്നൊക്കെ വൂളൊക്കെ പർച്ചേസ് ചെയ്ത് അത് കൊണ്ടുപോയി സ്പിന്നേഴ്സിൽ വെച്ച് പല സ്റ്റേജസ് അല്ലെങ്കിൽ പല സ്ഥലത്ത് പല വർക്കേഴ്സൊക്കെ ചെയ്ത് വീവേഴ്സും ഫുള്ളേഴ്സും ഡയേഴ്സും ഒക്കെ വർക്ക് ചെയ്തിട്ട് അവസാനം ലണ്ടനിലെത്തി. ലണ്ടനാണ് ഒരു ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്ത് ആ ഒരു എക്സ്പോർട്ട് മെർച്ചൻ്റ് ആർക്ക് കൊടുക്കുന്നത്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ലണ്ടൻ എന്തായിട്ട് മാറി, ഒരു ഫിനിഷിംഗ് സെൻറ്ററായിട്ട് മാറി. ഈ ഇംഗ്ലണ്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വർക്കേഴ്സിൻ്റെയൊക്കെ വർക്കൊക്കെ കൂട്ടി യോജിപ്പിച്ച് അവിടെ നിന്നാണ്, ലണ്ടനിൽ നിന്നാണ് സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ലണ്ടൻ ഒരു സെൻറ്ററായിട്ട് മാറി, ഒരു ഫിനിഷിംഗ് സെൻറ്ററായിട്ട് മാറി. This proto-industrial system was thus part of a network of commercial exchanges. It was controlled by merchants and the goods were produced by a vast number of producers working within these family farms, not in factories. At each stage of production, 20 to 25 workers were employed by each merchant. This meant that each clothier was controlling hundreds of workers. അപ്പോൾ എന്താണ് ആ ഒരു പ്രോട്ടോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോ ഇൻഡസ്ട്രിയൽ പീരീഡിൽ ഈ എന്താണ് ഫാക്ടറീസിൽ നിന്നല്ല വർക്ക് ചെയ്തിരുന്നത്, ഈ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഒരു ഫാമിലിയിൽ നിന്നാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലും ഓരോ മെർച്ചൻറ്റിന് ഏകദേശം 20 മുതൽ 25 ആൾക്കാരുടെ വരെ വർക്കേഴ്സിൻ്റെ വരെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഒരാൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോത്തിയറിന് ഓരോ സ്റ്റേജിലും 20 മുതൽ 25 വർക്കേഴ്സിൻ്റെ ആകുമ്പോൾ പല സ്റ്റേജസ് ഓരോ വ്യാപാരിക്കും ഏകദേശം 100 കണക്കിന് ആൾക്കാരുടെ ആവശ്യകത വന്നു തുടങ്ങി. ദ കമ്മിങ് അപ്പ് ഓഫ് ദ ഫാക്ടറി. The earliest factories in England came up by the 1730s, but it was only in the late 18th century that the number of factories multiplied. The first symbol of the new era was cotton. Its production boomed in the late 19th century. In 1760, Britain was importing 2.5 million pounds of raw cotton to feed its cotton industry. By 1787, this import soared to 22 million pounds. This increase was linked to number of changes within the process of production. Let us look ബ്രീഫ്ലി അറ്റ് സം ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫാക്ടറീസൊക്കെ ഇംഗ്ലണ്ടിൽ വന്നു തുടങ്ങിയത് 1730-ലാണ് ഫാക്ടറീസൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ ഈ 18th സെഞ്ച്വറിയുടെ ലാസ്റ്റ് കാലഘട്ടമൊക്കെ ആയപ്പോൾ ഇത് ഒരുപാട് മടങ്ങ് ഇത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ഫാക്ടറീസ് ആദ്യമായിട്ട് വന്നത് കോട്ടൺ അതിൻ്റെ ഭാഗമായിട്ടാണ്. 1760-ലൊക്കെ 2.5 മില്യൺ പൗണ്ട് റോ കോട്ടൺ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ 1787 ആയപ്പോൾ അത് 22 മില്യണിലേക്ക് കുതിച്ചു കയറാൻ കാരണമായി. A series of inventions in the 18th century increased the efficacy of each step of the production process: carding, twisting, and spinning and rolling. They enhanced the output per worker, enabling production of stronger threads and yarn. Then Richard Arkwright created the cotton mill. Till this time, as you have seen, cloth production was spread all over the countryside and carried out within the village household. But now the costly new machines
could be purchased, set up and maintained in the mill. Within the mill, all the processes were brought together under one roof and management. This allowed a more careful supervision over the production process, a watch over quality, and the regulation of labor, all of which had been difficult to do when production was in the countryside. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 18th സെഞ്ച്വറിയിൽ ഒരുപാട് ഇൻവെൻഷൻസ് വരികയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടു വന്നു. അങ്ങനെ എന്താണ്, ഒരു റിച്ചാർഡ് ഓക്വൈറ്റ് എന്ന് പറയുന്ന ആൾ ആദ്യത്തെ കോട്ടൺ മില്ല് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ പണി ചെയ്യിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അല്ലെങ്കിൽ എല്ലാ വർക്കേഴ്സ് അല്ലെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റ്സ് മെഷീൻസും ഒക്കെ കൊണ്ടുവന്നത് വഴി ഈ കാര്യങ്ങളുടെ ക്വാളിറ്റിയും തുണികളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും കുറച്ചുകൂടെ ഈസിയായി വന്നു. In the early 19th century, factories increasingly became an intimate part of the English landscape. So visible were the imposing new mills. So magical seemed to be the power of new technology, and contemporaries were dazzled. They concentrated their attention on the mills, almost forgetting the balance and the workshops where production still continued. അപ്പോൾ എന്താണ്, 19ാം നൂറ്റാണ്ടായപ്പോൾ എന്താണ് ഇംഗ്ലണ്ട് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായി ഈ മിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫാക്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, മിൽസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ വർക്ക്ഷോപ്സിനും ബൈലൈൻസിനും ഒക്കെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും മിക്കതും എങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ഫാക്ടറീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ദ പേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ചേഞ്ച്. ഹൗ റാപ്പിഡ് വാസ് ദ പ്രോസസ് of industrialization? Does industrialization mean only the growth of factory industries? First, the most dynamic industry in the Britain were clearly cotton and metals. Growing at a rapid pace, cotton was leading sector in the first phase of industrialization up to the 1840s. After that, the iron and steel industry led the way, with the expansion of railway in the England from the 1840s and in the colonies from the 1860s. The demand for iron and steel increased rapidly. By the 1873, Britain was importing iron and steel both about 77 million euros, double the value of its cotton export. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഒരു ഡൈനാമിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കോട്ടനും അതുപോലെ തന്നെ മെറ്റൽസും ആയിരുന്നു. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് വളരെ റാപ്പിഡായിരുന്നു, വളരെ റാപ്പിഡ് പേസിലാണ് ഇത് ഗ്രോ ചെയ്തത്. 1840 ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഫസ്റ്റ് ഫേസിലൊക്കെ നല്ല റാപ്പിഡായിട്ടാണ് ഇത് ഗ്രോ ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം കോട്ടൺ, അത് കഴിഞ്ഞിട്ട് അയൺ സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെയിൽവേയുടെ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ 1840 റെയിൽവേ വരുന്നത്. കോളനീസ്, അതായത് ഇംഗ്ലണ്ടിലെ കോളനീസിൽ 1860 ഈ റെയിൽവേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്താണ്, ഈ ഡിമാൻഡ് കൂടുകയാണ്, അയണിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ ഡിമാൻഡ് വളരെ കൂടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റെയിൽവേസ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മെറ്റീരിയൽസിൻ്റെയൊക്കെ ആവശ്യം കൂടുകയാണ്. അപ്പോൾ 1873 ബ്രിട്ടൻ എക്സ്പോർട്ട് ചെയ്യുന്ന അയണിൻ്റെയും സ്റ്റീലിൻ്റെയും ഏകദേശം മൂല്യം എന്ന് പറയുന്നത് 77 മില്യൺ യൂറോസ് ആയിരുന്നു. കോട്ടൺ എക്സ്പോർട്ടിൻ്റെ ഏകദേശം ഇരട്ടിയിലധികം മൂല്യത്തിലുള്ള അയണും സ്റ്റീലുമാണ് ബ്രിട്ടൻ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. സെക്കൻഡ്, the new industries could not easily displace traditional industries. Even at the end of the 19th century, less than 20% of the total workforce was employed in technologically advanced industrial sectors. Textile was a dynamic sector, but a large portion of the output was produced not within factories but outside within domestic units. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്താണ് പുതിയ അല്ലെങ്കിൽ പുതിയ ഇൻഡസ്ട്രീസിനെ, ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ പെട്ടെന്ന് അങ്ങ് മാറ്റിമറിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ 19th സെഞ്ച്വറിയിൽ ഏകദേശം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നത് ഏകദേശം 20% താഴെ മാത്രമായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ മിക്കതും ഫാക്ടറീസിനേക്കാൾ കൂടുതൽ ഡൊമസ്റ്റിക് യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. Third, the pace of change in the traditional industries was not set by steam-powered cotton or metal industries, but they did not remain entirely stagnant either. Seemingly ordinary and small innovations were the basis of growth in many non-mechanized sectors such as food processing, building, pottery, glasswork, tanning, furniture making and production of implements. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനൊക്കെ പേസ് സ്റ്റീം പവേർഡ് കോട്ടൺ അല്ലെങ്കിൽ മെറ്റൽ ഇൻഡസ്ട്രീസിനെ കണക്കൊന്നും ആയിരുന്നില്ല.
എന്താണ് നമ്മൾ ഓർഡിനറി സ്മോൾ ഇന്നോവേഷൻസ് ഒക്കെ അവിടെയും നമുക്ക് നോക്കണമെങ്കിൽ കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങിനും ബിൽഡിങ്ങിനും പോട്ടറിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്കവിടെ കാണാൻ പറ്റും. Fourth, technological changes occurred slowly. They did not spread dramatically across the industrial landscape. New technology was expensive and merchants and industrialists were cautious about using it. The machines often broke down and repair was costly. They were not effective as their inventors and manufacturers claimed. അപ്പോൾ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചസ് പതുക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ലാൻഡ്സ്കേപ്പിൽ പുതിയ ടെക്നോളജിയൊക്കെ എക്സ്പെൻസീവായിട്ട് വന്നു. ഈ മെർച്ചൻസിനും ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും എക്സ്പെൻസീവായിട്ട് വന്നു. ചില സമയത്തൊക്കെ ഈ മെഷീൻസൊക്കെ പണി മുടക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരിക, അതിൻ്റെ റിപ്പയറൊക്കെ വളരെ ചിലവ് കൂടിയ സംഭവമായിരുന്നു. അപ്പോൾ ഈ ഇൻവെൻറ്റേഴ്സും മാനുഫാക്ചേഴ്സും ഒക്കെ പറഞ്ഞ പോലെ അത്രയ്ക്കും എഫക്റ്റീവ് ആയിരുന്നില്ല ഈ മെഷീൻസ് ഒന്നും അന്നത്തെ കാലത്ത്. Consider the case of steam engine. James Watt improved the steam engine produced by Newcomen and patented the new engine in 1781. His industrialist friend Matthew Boulton manufactured the new model, but for years he could find no buyers. At the beginning of the 19th century, there was no more than 321 steam engines all over England. Of these, 80 were in cotton industries, 9 in wool industries, and rest in mining, canal work, and iron works. Steam engines were not used in any of the other industries till much later in the century. So even the most powerful new technology that enhanced the productivity of labor manifold was slow to be accepted by industrialists. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജെയിംസ് വാട്ട് 1781 ഈ ന്യൂകോമൻ ബിൽഡ് ചെയ്ത സ്റ്റീം എഞ്ചിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ പേറ്റൻ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഇൻഡസ്ട്രിയൽ ഫ്രണ്ടായ മാത്യു ബോൾട്ടൺ ഇതുപോലെ തന്നെ ഒരു പുതിയ മോഡൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആരും വാങ്ങിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 19th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിൽ തന്നെ ഏകദേശം 321 സ്റ്റീം എഞ്ചിൻ മാത്രമായിരുന്നു ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും കൂടി ഉണ്ടായിരുന്നത്. അതിൽ 80 എണ്ണം കോട്ടൺ ഇൻഡസ്ട്രീസിലും 9 എണ്ണം വൂൾ ഇൻഡസ്ട്രീസിലും ബാക്കിയെല്ലാം മൈനിങ്, കനാൽ വർക്ക്, അയൺ വർക്ക് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ മാത്രമേ ഈ സ്റ്റീം എഞ്ചിനൊക്കെ വാങ്ങിക്കാൻ തയ്യാറായിരുന്നുള്ളൂ. ബാക്കി ഇൻഡസ്ട്രീസ് ഒന്നും ഈ സ്റ്റീം എഞ്ചിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ആ എണ്ണവും വാങ്ങിക്കുന്നവരുടെ എണ്ണവും വളരെ ചുരുക്കമായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വലിയൊരു കണ്ടുപിടുത്തം തന്നെ, ഒരു സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന അത്രയ്ക്കും വലിയൊരു കണ്ടുപിടുത്തം തന്നെ ഒരുപാട് കാലമെടുത്തിട്ടാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. Historians now have come to increasingly recognize that typical workers in the mid-19th century was not machine operator but the traditional craft person and laborer. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ mid-19th സെഞ്ചുറിയിലൊക്കെ വർക്കേഴ്സൊക്കെ ഈ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഒന്നും ആയിരുന്നില്ല, ക്രാഫ്റ്റ് പേഴ്സൺസും ലേബററും ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Hand labor and steam power. In Victorian Britain, there was no shortage of human labor. Poor peasants and vagrants moved to the cities in large numbers in search of jobs, waiting for work, as you will know. When there is plenty of labor, wages are low, so industrialists had no problem for labor shortage or high wage costs. They did not want to introduce machines that got rid of human labor and required large capital investment. ഇപ്പോൾ വിക്ടോറിയൻ ബ്രിട്ടനിൽ ഇങ്ങനെ ഹ്യൂമൻ ലേബറിൻ്റെ ഷോർട്ടേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുവർ പെസൻസും വേഗ്രൻസും ഒക്കെ സിറ്റിയിലേക്കൊക്കെ ഒരുപാട് പേര് ജോബ് അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്കേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ വേജസ് ലോ ആയിട്ട് വന്നു. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ ഈ ഒരു പ്രശ്നം അനുഭവിക്കാതെ, അല്ലെങ്കിൽ ലേബർ ഷോർട്ടേജോ ഹൈ വേജ് കോസ്റ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെയായി. അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഈ മെഷീൻസിന് പകരം ഒരു മെഷീൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട കാര്യമല്ലേ, അതിന് പകരം ഈ ഹ്യൂമൻ ലേബറിനെ സപ്പോർട്ട് ചെയ്തു. In many industries, the demand for labor was seasonal. Gas work and breweries were especially busy through the cold months, so they needed more workers to meet their peak demand. Bookbinders and printers catering to Christmas demand too needed extra hand before December. At the waterfront, winter was the time that ships were repaired and trussed up. In all such industries where the production fluctuated with the season, industrialists usually preferred hand labor, employing workers for the season. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഇൻഡസ്ട്രീസിലും വർക്ക് വരുന്നത് സീസണലായിരുന്നു. ഇപ്പോൾ ഗ്യാസ് വർക്ക്സ് അല്ലെങ്കിൽ ബ്രീവറീസ് ഒക്കെ കോൾഡ് മന്ത്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നതെങ്കിൽ ഈ ബാക്കിയുള്ള വർക്ക്സ് അല്ലെങ്കിൽ ബൈൻഡേഴ്സ്, പ്രിൻറ്റേഴ്സ്, കാറ്ററിംഗ് അങ്ങനെയുള്ള വർക്ക്സൊക്കെ ഈ ഡിസംബർ ക്രിസ്മസിന് മുമ്പായിട്ടായിരുന്നു ആവശ്യം വന്നിരുന്നത്.
ഇപ്പോൾ വാട്ടർ ഫ്രണ്ടിൽ വിൻ്ററിൻ്റെ സമയത്താണ് ഈ ഷിപ്സൊക്കെ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഷിപ്സൊക്കെ റിപ്പയർ ചെയ്യുന്നത് ഈ വിൻ്ററിൻ്റെ സമയത്തായതുകൊണ്ട് ആ സമയത്ത് അവർക്കും ഒരുപാട് വർക്കേഴ്സിൻ്റെയൊക്കെ ആവശ്യം വന്നു. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റിന് ഈ മെഷീൻസൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഈ എല്ലാ കാലത്തും ഒരുപോലെ അല്ലല്ലോ വർക്ക്. അതുകൊണ്ടും അവരെന്ത് ചെയ്യാണ്, ഈ ഹാൻഡ് ലേബറിനെ അനുകൂലിക്കുകയാണ്. A range of products could be produced only with hand labor. Machines were oriented to producing uniform, standardized goods of mass market, but the demand in the market was often for good and intricate design and specific shapes. In mid-19th century, Britain, for instance, 500 varieties of hammers were produced and 45 kinds of axes. They required human skill, not mechanical technology. ഇപ്പോൾ എന്താണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് തന്നെ ആവശ്യം വന്നു. അതല്ലെങ്കിൽ ഒരു ടൈപ്പ് പ്രൊഡക്ട്സ് അല്ല, ഒരു യൂണിഫോം പ്രൊഡക്ട്സ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെഷീനേക്കാളും ഓരെന്താണ് ഹാൻഡ് ലേബർ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ മിഡ്-19th സെഞ്ചുറിയിൽ ബ്രിട്ടനിൽ ഏകദേശം 500 വെറൈറ്റീസ് ഓഫ് ഹാമേഴ്സും അതുപോലെ തന്നെ 45 കൈൻഡ്സ് ഓഫ് ആക്സസും ഉണ്ടായിരുന്നു. അതൊക്കെ മെക്കാനിക്കൽ ടെക്നോളജി വഴി സാധിക്കില്ലായിരുന്നു. In Victorian Britain, the upper classes, the aristocrats and the bourgeoisie preferred things produced by hand. Handmade products came to symbolize refinement and class. They were better finished, individually produced and carefully designed. Machine-made goods were for export to colonies. അപ്പോൾ നമ്മൾ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ നോക്കുകയാണെങ്കിൽ അപ്പർ ക്ലാസ് അരിസ്റ്റോക്രാറ്റ്സും അതുപോലെ തന്നെ ബൂർഷ്വാസീസും ഹാൻഡ് പ്രൊഡ്യൂസ്ഡ് തിങ്സിനെയാണ് പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിനായിരുന്നു എന്താണ് ആ ഒരു സിമ്പിൾ ആണ് അവർ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ മെഷീൻ പ്രൊഡക്ട്സിനേക്കാളും ഈ മെഷീൻ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മെഷീൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഈ കൊളനീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ഇൻ കൺട്രീസ് വിത്ത് ലേബർ ഷോർട്ടേജ്, ഇൻഡസ്ട്രിയലിസ്റ്റ് were keen on using mechanical power so that the need of human labor can be minimized. This was the case of 19th century America. Britain, however, had no problem hiring human hands. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലേബർ ഷോർട്ടേജ് ഉള്ള കൺട്രീസിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്താണ് മെക്കാനിക്കൽ പവർ യൂസ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ഹ്യൂമൻ മെയ്ഡ് പവർ അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് പ്രൊഡക്ട്സിനേക്കാളും മെക്കാനിക്കൽ പ്രൊഡക്ട്സ് അവർ പ്രിഫർ ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ലേബർ ഷോർട്ടേജ് അല്ലെങ്കിൽ ഹ്യൂമൻ ഹാൻഡ്സിൻ്റെ ഷോർട്ടേജ് കാരണമാണ് അവർക്കിങ്ങനെ ചെയ്യുന്നത്. Life of the workers. The abundance of labor in the market affected the lives of the workers. In snooze of possible jobs traveled to the countryside, hundreds traveled to the cities. The actual possibility of getting a job depended on existing networks of friendships and kin relations. If you had a relative or a friend in the factory, you were more likely to get a job quickly, but not everyone had social connections. Many job seekers had to wait weeks, spending nights under bridges or in night shelters. Some stayed in night refuge that were set up by the private individuals. Others went to the casual wards maintained by the poor law authorities. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഈ കൺട്രി സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പെസൻസൊക്കെ ടൗണിലേക്കൊക്കെ വരികയാണ്. അപ്പോൾ അവരെന്താണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചോ അല്ലെങ്കിൽ സോഷ്യൽ കണക്ഷൻസ് ഒക്കെ വെച്ച് ഒരു ജോലി സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ കണക്ഷൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഫാക്ടറിയിൽ ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ തന്നെ പെട്ടെന്ന് ജോലി കിട്ടും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ഫാക്ടറിക്ക് അങ്ങനെ കണക്ഷൻസൊക്കെ ഇല്ലാത്തവർക്ക് ഒരുപാട് ആഴ്ചകളോളം വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. Seasonality of work in many industries meant prolonged periods without work. After the busy season was over, the poor were on streets again. Some returned to the countryside after the winter. When the demand for labor in the rural area opened up in places, the most looked for odd jobs, which till the mid-19th century were difficult to find. അപ്പോൾ വർക്കിൻ്റെ സീസണാലിറ്റി വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരു സീസണിൽ ഭയങ്കര ബിസി വർക്കായിരിക്കും, സീസൺ കഴിയുമ്പോൾ എന്താണ് വർക്കില്ല, അങ്ങനെ അവർ കൺട്രി സൈഡിലേക്ക് തിരിച്ചു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നു. Wages increased somewhat in the early 19th century, but they tell us little about the welfare of the workers. The average figures hide the variation between trades and fluctuations from year to year. For instance, when price rose sharply during the prolonged Napoleonic War, the real value of what the workers earned fell significantly, since the same wages could now buy fewer things. Moreover, the income of workers depended not on the wages rate alone. What was alone also critical was the period of employment.
The number of days worked determined the average daily income of the workers. At the best times, till the mid-19th century, about 10% of urban population were extremely poor. The periods of economic slump, like the 1830s, the proportion of the unemployed went up to anything between 35 and 75% in different regions. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേജസ് കൂടുന്നുണ്ടെങ്കിലും ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ വളരെ ഷാർപ്പായിരുന്നു. അതായത് ഇപ്പോൾ ചില സമയത്ത് ഒരേ വേജസ് ആയിരുന്നു ഇവർക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ പ്രൈസ് വളരെ ഹൈ ആയിരിക്കും, ചില സമയത്ത് വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഈ ഹൈ ആയിരിക്കുന്ന സമയത്ത് ഈ കിട്ടുന്ന പൈസ വെച്ച് അവർക്ക് അതെന്താണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു തുടങ്ങി. പിന്നെ എംപ്ലോയ്മെൻറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അതായത് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. ഈ സാലറി കൂടുതലാണെങ്കിലും അതിനനുസരിച്ച് ഒരുപാട് വർക്ക് റേറ്റ് വളരെ കൂടുതലായിരുന്നു. പിന്നെ ഒരു മിഡ്-19th സെഞ്ച്വറിയിൽ ഏകദേശം 10% അർബൻ പോപ്പുലേഷൻ വളരെ എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള സമയമായിരുന്നു. The fear of unemployment made workers hostile to the introduction of new technology. When the spinning jenny was introduced in the woolen industry, women who survived on hand spinning began attacking the new machines. This conflict over the introduction of jenny continued for a long time. അപ്പോൾ ഈ ഒരു എന്താണ് അൺഎംപ്ലോയ്മെൻ്റ് ഒരു ഭീതി എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു, എല്ലാ വർക്കേഴ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പുതിയ ടെക്നോളജീസ് വരുന്ന വഴി, ഇപ്പോൾ ഉദാഹരണത്തിന് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്ന വഴി ആ ഒരു വൂളൻ ഇൻഡസ്ട്രിയിലൊക്കെ വുമൻസിൻ്റെയൊക്കെ ജോബ് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. After the 1840s, building activity intensified in the cities, opening up greater opportunities for employment. Roads were widened, new railway stations came up, railway lines were extended, tunnels dug, drainage and sewers laid, rivers embanked. The number of workers employed in the transport industry doubled in the 1840s and doubled again in the subsequent 30 years. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1840കളിൽ ഈ സിറ്റീസിൻ്റെയൊക്കെ നിർമ്മാണം, ബിൽഡിംഗ് ആക്ടിവിറ്റീസൊക്കെ ഉയർന്നു വരികയാണ്. റോഡ്സിൻ്റെയൊക്കെ വീതി കൂടുക, പുതിയ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, റെയിൽവേ ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് വഴി വർക്കേഴ്സിൻ്റെ എണ്ണവും കൂടുകയാണ്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് 1840കളിൽ വർക്കേഴ്സിൻ്റെ എണ്ണം ഇരട്ടിയാകുകയാണ്. അടുത്ത 30 വർഷം അത് വീണ്ടും ഇരട്ടിയാകുകയാണെന്ന് വെച്ചാൽ അത് ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1ലുള്ളത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് പാർട്ട് 2ൽ നോക്കാം. താങ്ക് യു.